ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പേ അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരുന്നു. പിന്നെ എനിക്ക് എന്തുകൊണ്ടെന്നറിയില്ല, ഇതെവിടെ എത്തിയിട്ടില്ല. ആകെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് മാറ്റി ഒന്നും കൂടി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യം കണ്ടവരാണെങ്കിൽ നിങ്ങൾ കാണാൻ നിൽക്കണ്ട കേട്ടോ. നമുക്ക് വീഡിയോ കാണാം. ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി, അതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്ന അന്ന് തന്നെ കുഞ്ഞ് വരികയും ചെയ്തു കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മീഡിയം സൈസ് ഡ്രൈ ഷീറ്റാണ്. നോക്കിയേ, നല്ല സോഫ്റ്റുള്ള ഡ്രൈ ഷീറ്റാണ്. ഞാൻ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് സൈഡിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 കളറാണ്, അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ ഇതിനടുത്തത് വാങ്ങിയത് നമ്മൾ നെയിൽ ട്രിമ്മറില്ലേ, അതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഇത്. എന്താ വെച്ചാൽ നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തൊന്നും കാണാൻ കിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഓൺലൈനായിട്ടുള്ള അടുത്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ചെറിയ എന്താ പറയുക, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല സാധനം കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ടെടുത്തോളം ഇപ്പോൾ ഡ്രൈ ഷീറ്റിനെല്ലാം ഞാൻ ഷോപ്പിൽ ഇങ്ങനെ മാളിലെല്ലാം ചോദിച്ചു തരാം, നല്ല റേറ്റ് കണ്ടിനി. അപ്പോൾ ഇതിനുള്ള അത്രയേ റേറ്റ് ഉള്ളൂ. എനിക്ക് എത്രയാണെന്ന് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. എല്ലാം കൂടിയിട്ട് ഞാൻ ഓരോന്നിൻ്റെ റേറ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം. എന്താ നോക്കിയേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. ഇതെങ്ങനെയാണ് ഉപയോഗിക്കാമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെയെല്ലാം വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇപ്പോൾ എൻ്റെ ഇത് 3ാമത്തെ ഡെലിവറിയാണേ. അപ്പോൾ ആദ്യത്തെ 2 എണ്ണത്തിന് ഞാൻ പിന്നെ അത്ര ബോധമൊന്നും ആയിട്ടില്ല. എൻ്റെ ഉമ്മയോ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ടൊന്നും വാങ്ങാൻ വിടില്ല. അപ്പോൾ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ വീടെല്ലാം മാറി നമ്മൾ ഒറ്റയ്ക്ക് തന്നെയല്ലേ. അപ്പോൾ കുട്ടിക്ക് വേണ്ടതെല്ലാം നമ്മൾ തന്നെ സ്വയം ചെയ്യണം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിയൊക്കെയാണ് ചെയ്തത്. പക്ഷെ എന്താ പറയുക, നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ഓരോന്ന് വാങ്ങി ഇങ്ങനെ ഓൺലൈനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ നമ്മളിപ്പോൾ ഒപ്പരം ഓർഡർ ചെയ്താലും ഇത് ഓരോരോ ദിവസമായിട്ടാണ് ഓരോരോ സാധനങ്ങൾ വരുന്നത്. അതുകൊണ്ട് പിന്നെ അന്നും തന്നെ ഞാൻ ഓപ്പൺ ആക്കി നോക്കിയിട്ട് ഒരുമിച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ ചില സാധനങ്ങൾ പൊളിക്കാത്തതുണ്ട്, ചില സാധനങ്ങൾ പൊളിച്ചതുണ്ട്. ഫസ്റ്റ് കാണിച്ച ഡ്രൈ ഷീറ്റ് ഇങ്ങനെ ഇപ്പോൾ ക്യാമറ മുമ്പിൽ ആദ്യമായിട്ട് കേട്ടോ പൊളിക്കുന്നത്. പിന്നെ ബോട്ടീസാ അങ്ങനെ എന്താ പറയാൻ തോന്നുന്നു, കൈക്കിടുന്നതും കാലിടുന്നതും കവറുകൾ. അതിങ്ങനെ ഒരു 6 സെറ്റായിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുടെ നല്ല തുണി. ഞാൻ വിചാരിച്ചു ഈ ഓൺലൈനിൽ വാങ്ങുന്ന ക്ലോത്ത് അത്ര പോരാ, നന്നാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ നല്ല ബനിയൻ ടൈപ്പ് നല്ല സാധനങ്ങളാണ് കിട്ടിയതെല്ലാം തന്നെ. ഇതിപ്പോൾ ഞാൻ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരുപോലെ ഇടാൻ പറ്റിയ സാധനങ്ങളാണ് വാങ്ങിയത്. ഇതിപ്പോൾ കുഞ്ഞിപ്പോൾ ആണാണോ പെണ്ണാണോ എന്നറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ രണ്ടാൾക്കും കോമൺ ആയിട്ട് ഇടാൻ പറ്റിയ സാധനങ്ങളാണ് വാങ്ങിയത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഓരോരോ സാധനങ്ങളായിട്ട് കാണാം. അപ്പോൾ ഇതെല്ലാം അലക്കിയിട്ടെല്ലാം വെക്കേണ്ട, ഇപ്പോൾ മഴയുമാണ്. പിന്നെ ഈ ഒരു പമ്പസ് പോലത്തെ ഇത് കണ്ടോ. അപ്പോൾ ഇത് എനിക്ക് സാധനം മാറിപ്പോയി. ഞാൻ ഈ ഇലങ്കോട്ടി എന്നെല്ലാം പറയുന്നൊരു സാധനമില്ല, ഇത് കിട്ടുന്ന അത് 10 എണ്ണത്തിനാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതിന് സെയിം റേറ്റ് തന്നെ, പക്ഷേ അതിനാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്ക് മാറിയിട്ട് വന്നൊരു സാധനം. അപ്പോൾ ഇത് നമ്മൾ ഈ ന്യൂ ബോൺ ബേബീസിന് ഇടുമോയെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ സൈസെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെറുതും വലുതെല്ലാം ആക്കാൻ പറ്റിയൊരു പമ്പേഴ്സ് പോലത്തെ ഇതാണ്. പക്ഷേങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു 3 മാസമെല്ലാം കഴിഞ്ഞാൽ ഉപയോഗപ്പെടാൻ തോന്നുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു മതി, റിട്ടേൺ അടിക്കണ്ട. ഇങ്ങനത്തെ ഒരു പേഡ് പോലത്തെ ഇതും വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എക്സ്ട്രാ വാങ്ങാൻ കിട്ടുമല്ലോ. അങ്ങനത്തെ കുറച്ച് വാങ്ങിയിട്ട് 2 എണ്ണം ഇങ്ങനത്തെയും വാങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് മൂത്രമെല്ലാം ലീക്കായി പോകുന്നതിന് നല്ലതല്ലേ. അങ്ങനെ വിചാരിച്ചു ഇത് ഞാനിപ്പോൾ ഫസ്റ്റ് അൺബോക്സ് എന്താ പറയുക ഓപ്പൺ ആക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചിലത് ഇന്ന് വന്നതുണ്ട്, ചിലത് 2-3 ദിവസം മുമ്പേ വന്നതുണ്ട്. ഇത് നമ്മുടെ ജബല്ലേ, ഈ ചെറിയ കെട്ടുടുപ്പ് എന്നെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ ബട്ടണുള്ള ഡ്രസ്സാണ് വരുന്നത്. ഇതിൻ്റെ ക്ലോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസ്ലിൻ ക്ലോത്ത്, നല്ല ക്ലോത്താണ്. എന്ന് വെച്ചാൽ ഞാനിത് ഈ സെയിം സാധനം തന്നെ മാളിലെല്ലാം വാങ്ങിയത് ഒന്നിന് 150 വെച്ചിട്ടാണ് വാങ്ങിയത്. അങ്ങനെ 2-3 എണ്ണം വാങ്ങിയിരുന്നു. ഇതിപ്പോൾ അത്ര 5 ടോപ്പാന്ന് തോന്നുന്നു വരുന്നത്. 5 ടോപ്പിന് കൂടിയിട്ട് 400 സംതിങ്ങാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഒന്നിന് 100 രൂപ വരെ കറക്റ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല എനിക്ക് ഇങ്ങനെ എന്താ പറയുക പർച്ചേസ് ചെയ്തേരം ഞാൻ വിചാരിച്ചു ആദ്യം സാധനം പോക്കായിരിക്കും എന്നാണ് വിചാരിച്ചതെന്ന് വെച്ചാൽ മാളിൽ നിന്ന് വാങ്ങിയത് വേറെ ആയിരിക്കും, ഇവിടുന്ന് വാങ്ങിയത് വേറെ ആയിരിക്കും, പോക്കായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ നല്ല ക്ലോത്ത് തന്നെയാണ് കിട്ടിയത്. പക്ഷേങ്കിൽ മറ്റേത് പ്രസ് ബട്ടൺ, ഇത് സാധാ കുടുക്കില്ല, നമ്മുടെ യൂണിഫോമിൻ്റെ കുടുക്ക് പോലത്തെ അങ്ങനത്തെ. പിന്നെ ഫുള്ളായിട്ടുള്ള റോംബർ ടൈപ്പുള്ള ടോപ്പ് 2 ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ 2 കോംബോ ആയിട്ട് വരുന്നത്. ഇതിന് 400 സംതിങ് തന്നെയാണ് വന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ റേറ്റ് ഞാൻ സൈഡിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ എത്രയാണെന്ന് പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് കേട്ടോ. ഇപ്പോൾ ഇത് നല്ല മഴക്കാലമല്ലേ, അപ്പോൾ കുട്ടികൾക്ക് കയ്യിൽ ഫുൾ സ്ലീവ് ഇടുന്നതാണ് ഏറ്റവും ബെറ്ററായിട്ട് ഉണ്ടാവുക. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് തന്നെ ന്യൂ ബോർണിന് ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. വലുപ്പമെല്ലാം കണക്കാവും. പക്ഷേ ഇത് ചെറിയ സൈസാണ് കേട്ടോ, സ്മോൾ സൈസാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, ഓരോന്ന് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കാണുന്നതിന് തന്നെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ ഫുൾ സ്ലീവ് ആയിട്ടുള്ള നമ്മുടെ ജബല എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോപ്പ് തന്നെയാണ് കേട്ടോ. നോക്കിയേ, ബട്ടണുള്ള ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഇത് എത്രയാ 5 പീസാന്ന് തോന്നുന്നേ വരുന്നത്. ഒന്നിനൊന്ന് മെച്ചം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ വിചാരിച്ച ഓരോന്ന് ഇനിയിപ്പോൾ ഇന്ന് കുറച്ചൊരു വെയിൽ ഉദിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച എല്ലാം ഒന്ന് അലക്കിയിട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം പുറത്തെടുത്തതാണേ. അപ്പോൾ ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ആർക്കെങ്കിലും ഇപ്പോൾ പ്രസവിക്കാൻ പോകുന്ന കുറേ ആളുണ്ടാവില്ല, പ്രസവിച്ച പാടുള്ള ആൾക്കാരുണ്ടാവും. അവർക്കെല്ലാം ഇങ്ങനത്തെ ഡ്രസ്സെല്ലാം എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന് വാങ്ങിയിട്ട് ഒരാൾ അനുഭവം പറഞ്ഞാലല്ലേ മറ്റുള്ളവർക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ പറ്റും. ഞാൻ ഇപ്പോൾ കുറേ റിവ്യൂവും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഇതെല്ലാം ഞാൻ വാങ്ങിയ എല്ലാ പ്രൊഡക്റ്റും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു സെറ്റ് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട്. ഇതിന് കാലിൻ്റെ വകയില്ല കേട്ടോ, ചെറിയ സ്ലീവും തൊപ്പിയും അതേപോലെ കയ്യൊറിയും കാലോറിയും കൂടിയും വരുന്ന ഒരു സെറ്റാണ്. അപ്പോൾ എനിക്ക് പറയുന്നില്ല എന്താ ബൊട്ടീസു, അതെൻ്റെ വായിൽ കിട്ടില്ല, അതുകൊണ്ട് തന്നെ കയ്യൂറ കാലോറ എന്ന് പറയുന്നത് എന്താ പറയുക മനസ്സിലാകുന്ന ഭാഷ പറയും. പിന്നെ അടുത്തത് നമ്മൾ പുറത്തെല്ലാം പോകുന്നേരം കുഞ്ഞിനെ പൊതിഞ്ഞ് വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലോത്താണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നോക്കിയേ, നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഓർഡറാക്കിയ പ്യുവർ വൈറ്റാണ് ഓർഡർ ആക്കിയത്. പക്ഷേ എനിക്ക് വന്നതെന്ന് വെച്ചാൽ ഒരു ഉജാലയിൽ മുക്കിയുള്ളൊരു കളർ ഉണ്ടാവില്ലേ, ബ്ലൂ ഷെയ്ഡുള്ള അങ്ങനത്തെ ഒരു വൈറ്റാണ് വന്നത്. അപ്പോൾ ആ കളറിനോട് എനിക്ക് വലിയ അധികം ഇഷ്ടമായിട്ടില്ല, എന്നാലും നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല ക്ലോത്ത്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ആക്കുക, ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക കേട്ടോ. അതിൻ്റെ എല്ലാം ലിങ്ക്. ഇനി നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഇനിയുണ്ട് കുറച്ച് സാധനം കാണിക്കാൻ ബാക്കി, ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ബൈ.